വർക്കാന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം എനി വേ ഞാനൊരു ജനറൽ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നേരത്തെ ആ ഷിപ്പിന്റെ ആ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ആരും അതിൽ വിശ്വസിച്ചിരിക്കില്ല. നാളെ ഈ ഡ്രീം വർക്കൗട്ട് ആവുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ കൂടെ വന്നിരിക്കും. അവർ പറയും അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയും. മനസ്സിലായോ? സോ ഇവരുടെ ഈ എനർജിയിൽ ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മേ ബി ഈ ഡ്രീം ജോബ് നിങ്ങൾ വിട്ടിട്ട് പോകും. ചിലപ്പം അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജോലിക്ക് പിന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. സോ ആർക്ക് വേണ്ടി ജീവിക്കണം എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങൾ ഹാപ്പി ആക്കുന്നതെങ്കിൽ ആ ജോബ് നിങ്ങൾ ചെയ്യും. ബിക്കോസ് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടതാണ്. സോ ഇഷ്ടപ്പെട്ട ജോലി തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യും. ബിക്കോസ് ഡ്രീം ജോബ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലർക്കും ഒരു പ്രിവിലേജ് ആണ്. എല്ലാവർക്കും പറ്റാറില്ല. അത് മനസ്സിലായില്ല. അപ്പം അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കിട്ടുമ്പോൾ ഐ തിങ്ക് യു ഷുഡ് വാല്യൂ ദാറ്റ്. ആൻഡ് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അപ്പോൾ അത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയാണ്ട് മാക്സിമം ആ ഒരു ഡ്രീം ജോബ് ഇഫ് യു ആർ മേക്കിംഗ് മണി ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മേക്ക് ഷുവർ യു കീപ് ഗോയിങ് ഫോർവേഡ്. മറ്റുള്ളവർ പറയുമ്പോൾ അത് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കോൺവെർസേഷൻസ് വേണ്ടെന്ന് പറയാം. അവരെ മാക്സിമം കുറച്ച് മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അത് ഞാൻ പറയുള്ളൂ.